നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഇമേജ് കളഞ്ഞുകുടിക്കാനും സർക്കാരിന് ഇപ്പോഴുള്ള സമാധാനം ഇല്ലാതാക്കാനുമായി CPM ഒരു പുതിയ കഥാപാത്രത്തെ രംഗത്തിറക്കി. എബ്രഹാം കലമണ്ണിൽ എന്നാണ് പേര്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുളം തോണ്ടിയ ബിസിനസ്സുകാരനായ എബ്രഹാം പഴയ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി തന്നെയാണ് ഇപ്പോഴും രംഗത്തിറങ്ങിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഇതേ പദ്ധതിയുമായി രംഗത്തുണ്ടായിരുന്ന ഇദ്ദേഹം അന്ന് തോറ്റോടിയത് CPIയുടെ എതിർപ്പ് കാരണമായിരുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതി സജീവമായാൽ BJPയും കുമ്മനം രാജശേഖരനും രംഗത്തിറങ്ങുമെന്നും രക്തച്ചൊരിച്ചിലുണ്ടാക്കി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാമെന്നും CPM കരുതുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് പുതിയ നീക്കങ്ങൾ സജീവമാക്കിയത്. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഭൂവുടമയും ആറന്മുള ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റുമായ എബ്രഹാം കലമണ്ണിൽ ഡ്രോൺ സർവേ നടത്തിയെന്ന് മാത്രമല്ല, അതിനെ വാർത്തയാക്കി വിവാദമാക്കുകയും ചെയ്തു. സ്വകാര്യ സർവേ സ്ഥാപനമാണ് ഡ്രോൺ സർവേ നടത്തിയത്. തൻ്റെ പക്കൽ 400 ഏക്കർ ഭൂമിയുണ്ടെന്നും സർവേക്കായി സ്വകാര്യ കമ്പനി വീണ്ടും എത്തുമെന്നും കലമണ്ണിൽ പറഞ്ഞു. 1000 ഏക്കർ കൂടി ലഭിച്ചാൽ പദ്ധതി യാഥാർത്ഥ്യമാകും. പദ്ധതിക്കായി UDF സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. അബിൻ വർക്കിയും ആൻഡോ ആൻ്റണിയും ഒപ്പമുണ്ട്. പ്രോജക്റ്റ് സമർപ്പിച്ചാൽ നിലവിലെ മിച്ച ഭൂമി ഒഴിവാകും. ഹൈക്കോടതിയിലെ കേസ് അവസാനിക്കുകയും ചെയ്യും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വൻ ജനകീയ പ്രക്ഷോഭം നേരിട്ട പദ്ധതിയാണിത്. പുഞ്ചപ്പാടം നികത്തുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുമെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമാണ് അന്ന് ഉയർത്തിയത്. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ പദ്ധതി റദ്ദാക്കിയിരുന്നു. ഈ ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു. കഴിഞ്ഞ മാസം അബിൻ വർക്കിയും പദ്ധതിയെക്കുറിച്ച് പരാമർശം നടത്തിയിരുന്നു. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വരികയാണെങ്കിൽ പദ്ധതി നല്ലതാണെന്നായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം. അബിൻ വർക്കിയെ എബ്രഹാം കുരുക്കിയെന്ന് ചുരുക്കം. ആറന്മുളയിലെ വിവാദ വ്യവസായ പദ്ധതി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളെ കലുഷിതമാക്കിയിരുന്നു. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയും CPI മന്ത്രിമാരായ K. രാജനും P. പ്രസാദും മുഖത്തോട് മുഖം നോക്കി യുദ്ധത്തിനൊരുങ്ങി. താൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എബ്രഹാം കലമണ്ണിൻ്റെ പദ്ധതിക്ക് അംഗീകാരം നൽകുമെന്ന് മുഖ്യമന്ത്രി, താൻ കൃഷിമന്ത്രിയാണെങ്കിൽ പദ്ധതിക്ക് പകരം സ്ഥലം കണ്ടെത്തണമെന്ന് മന്ത്രി P. പ്രസാദും ഗീർവാണം മുഴക്കി. ഇതിനിടയിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ CPI സെക്രട്ടറി ബിനോയ് വിശ്വം കുഴങ്ങി. ആറന്മുളയിൽ വിമാനത്താവളത്തിനായി കണ്ടെത്തിയതും പിന്നീട് സർക്കാർ മിച്ച ഭൂമിയാക്കി മാറ്റിയതുമായ സ്ഥലത്താണ് മെഗാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പദ്ധതിക്ക് അനുമതി നൽകാൻ മുഖ്യമന്ത്രിയുടെ IT വകുപ്പ് തീരുമാനിച്ചത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടി ടേക്ക് ഓഫ് ടു ഫ്യൂച്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സമർപ്പിച്ച അപേക്ഷ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം റവന്യൂ മന്ത്രി K. രാജൻ്റെ പരിഗണനയിലായിരുന്നു. ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും നികത്തി മറ്റു പദ്ധതികൾ നടപ്പിലാക്കാനുള്ള IT വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ കൃഷിമന്ത്രി P. പ്രസാദ് രംഗത്തെത്തിയതാണ് CPI മന്ത്രിയായ K. രാജനെ വിഷമിപ്പിച്ചത്. കാരണം നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രി രാജന് മന്ത്രി പ്രസാദിനെ പിണക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല. മുമ്പ് ഇതേ ഭൂമി തരം മാറ്റാൻ നീക്കം നടത്തിയതാണെന്നും അന്ന് താൻ അത് അനുവദിച്ചില്ലെന്നും മന്ത്രി പ്രസാദ് വ്യക്തമാക്കി. ആറന്മുളയിലെ വയലുകൾ നികത്താൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും പ്രസാദ് പരസ്യ പ്രസ്താവന നടത്തി. ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് പാർക്കോ മറ്റേതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ വരുന്നതിൽ തനിക്ക് തർക്കമില്ലെന്ന് പറഞ്ഞ പ്രസാദ് പക്ഷേ നെൽവയലും തണ്ണീർത്തടങ്ങളും നികത്താൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സംരംഭം തുടങ്ങണം എന്നായിരുന്നു നിലപാട്. പദ്ധതിക്കായി ആലോചിക്കുന്ന 139 ഹെക്ടർ ഭൂമിയിൽ 122.87 ഹെക്ടറും നിലമാണെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇക്കാര്യം കളക്ടർ റവന്യൂ വകുപ്പ് സെക്രട്ടറിയെയും അറിയിക്കുകയുണ്ടായി. എന്നാലും ഫയലിലെ ആവശ്യം തള്ളാൻ റവന്യൂ മന്ത്രി തയ്യാറായില്ല. ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി രൂപീകരിച്ച KGS ഗ്രൂപ്പ് ആറന്മുള എയർപോർട്ട് കമ്പനി എന്ന പേര് മാറ്റിയതാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇക്കാര്യവും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉൾപ്പെടെയുള്ളവ KGS കമ്പനിക്ക് വിമാനത്താവളത്തിനായി നൽകിയ വസ്തു കോഴഞ്ചേരി താലൂക്കിലെ ആറന്മുള, കിടങ്ങന്നൂർ, മെഴുവേലി, മുല്ലപ്പുഴശ്ശേരി വില്ലേജുകളിൽ നിന്നാണുള്ളത്. VS സർക്കാരും പിന്നീട് വന്ന പിണറായി സർക്കാരും ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച് മുമ്പ് നൽകിയ അനുമതികൾ റദ്ദാക്കിയിരുന്നു. 118.74 ഹെക്ടർ ഭൂമി മിച്ചഭൂമിയായി ലാൻഡ് ബോർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ 7.08 ഹെക്ടർ സർക്കാർ ഏറ്റെടുത്തു. ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അപ്പീലിൽ 2017 ഹൈക്കോടതി വിധി പ്രകാരം തുടർ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്.
ഇവിടെ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതി നടപ്പിലാക്കാൻ 2 വർഷം മുമ്പാണ് IT വകുപ്പിനെ കമ്പനി സമീപിച്ചത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണം എന്നതിനാൽ IT വകുപ്പ് റവന്യൂ വകുപ്പിന് ഫയൽ കൈമാറി. 65 ഹെക്ടറിൽ പുഞ്ചകൃഷി നടക്കുന്നുണ്ടെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. തണ്ണീർത്തടങ്ങൾ നികത്തിയാൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് കൃഷി വകുപ്പ് നിർദ്ദേശം നൽകി. ഇളവിനായി അപേക്ഷിച്ച ഭൂമിയുടെ 90% നിലമാണ്. ഇത് പരിവർത്തനം ചെയ്യണമെങ്കിൽ കേരള തണ്ണീർത്തട സംരക്ഷണ നിയമമനുസരിച്ച് പ്രാദേശിക സമിതിയുടെ ശുപാർശ ആവശ്യമാണ്. ഇത്തരം പ്രതിസന്ധികൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പദ്ധതി മതിയെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചത്. വിമാനത്താവളം പോലെ പാടം നികത്തേണ്ട ആവശ്യമില്ല എന്നാണ് കമ്പനിയുടെ വാദം. 1 ഏക്കർ സ്ഥലത്ത് 10 കോടിയുടെ നിക്ഷേപവും 2000 തൊഴിലും ഉറപ്പാക്കും. 5000 കോടി ഉടൻ നിക്ഷേപിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിനിടെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. പദ്ധതി നല്ലതാണെങ്കിലും തണ്ണീർത്തടം നികത്താനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. മുഖ്യമന്ത്രിയാണ് പണ്ട് ആറന്മുള പാടശേഖരത്തിൽ വിത്തിറക്കിയത്. സുഗതകുമാരിയും കുമ്മനം രാജശേഖരനും ചേർന്നാണ് ആറന്മുള വിമാനത്താവളത്തിനെതിരെ സമരം നടത്തിയത്. അന്ന് പിണറായി ആറന്മുള വിരുദ്ധ സമരത്തിന് ഒപ്പമായിരുന്നു. പണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായപ്പോൾ വിവാദത്തിൻ്റെ പേരിൽ ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ആറന്മുളയിലെ ഭൂമി സർക്കാരിന് കൈമാറാൻ ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ ശില്പി അബ്രഹാം കലമണ്ണിൽ തയ്യാറായിരുന്നു. വർഷങ്ങളായി എബ്രഹാം ഈ ഭൂമിക്ക് പിന്നാലെയായിരുന്നു. ഏറെ വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും ആരംഭിക്കുമെന്ന് വ്യവസായി ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിന് മൗണ്ട് സിയോൺ ഗ്രൂപ്പാണ് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. 500 ഏക്കർ സ്ഥലത്ത് എയർ ടാക്സി സർവീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. നേരത്തെ NOC ലഭിച്ച 500 ഏക്കർ ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഉടൻ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് ആറന്മുള എതിരായതിനാൽ കേന്ദ്രം കനിഞ്ഞില്ല. BJP ആറന്മുളയിലെ ഈ പദ്ധതിക്ക് എതിരായതിനാൽ കേന്ദ്രം കനിഞ്ഞില്ല. പദ്ധതി നടപ്പിലാക്കാനായി ക്യാപ്റ്റൻ രവീന്ദ്രൻ നായർ, ചന്ദ്രശേഖരക്കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ പദ്ധതി ഏകോപനം തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്വാഭാവിക വനത്തിൻ്റെ സ്വഭാവത്തിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് വൻ പരിസ്ഥിതി നാശത്തിന് ഇടയാക്കുമെന്നും മികച്ച അനുയോജ്യമായ സ്ഥലം ആറന്മുളയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവള പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കെ NOC ലഭിച്ച ഭൂമി അടക്കം വ്യവസായി വിമാനത്താവളത്തിനായി രംഗത്തിറങ്ങുന്നത് ചർച്ചയായി. NOC ലഭിച്ച ഭൂമി തൊട്ടടുത്തുള്ളപ്പോൾ പുതിയ ഭൂമി കണ്ടെത്തുന്നത് സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് കാരണമാകുമെന്നും അണിയറയിൽ ചർച്ച നടന്നു. CPMഉം ബിഷപ്പ് യോഹന്നാനും തമ്മിലുള്ള ഒത്തുകളിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കലെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അബ്രഹാം കലമണ്ണിൽ UDF സർക്കാരിൻ്റെ കാലത്ത് സജീവ ചർച്ചാ വിഷയവും വിവാദ നായകനുമായിരുന്നു. കുമ്മനം രാജശേഖരനും സുഗതകുമാരിയും ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്താണ് ആറന്മുള വിമാനത്താവളം ഇല്ലാതാക്കിയത്. VS അച്യുതാനന്ദനും ആറന്മുളയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. എബ്രഹാമിന് നിരവധി കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിൽ പ്രധാനം കോൺഗ്രസിലെ ഡൽഹി ബന്ധങ്ങളായിരുന്നു. CPM നേതാക്കളുമായും അദ്ദേഹത്തിന് സൗഹൃദമുണ്ട്. അതുപയോഗിച്ച് സ്വന്തം ഭൂമി വിൽക്കാനാണ് വ്യവസായിയുടെ ശ്രമം. ആറന്മുള വീണ്ടും സജീവമാക്കിയാൽ BJP പ്രക്ഷോഭവുമായി രംഗത്തെത്തും. കുമ്മനം അത് കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്ന് എബ്രഹാമിന് അറിയാം. എത്ര കമ്മീഷൻ നൽകിയാലും ആറന്മുള വിൽക്കാൻ കലമണ്ണിൽ തയ്യാറാണ്. ആറന്മുള ലോകപ്രസിദ്ധമായ പുണ്യഭൂമിയും പുരാതന ക്ഷേത്ര ഗ്രാമവുമാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും ആറന്മുള കണ്ണാടിയും പള്ളിയോടങ്ങളും ഇതര സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ പുണ്യഭൂമിയുടെ സ്വന്തമാണ്. 2007 കേന്ദ്ര സർക്കാരും UNDPയും ചേർന്ന് പൈതൃക ഗ്രാമമായി ആറന്മുളയെ പ്രഖ്യാപിക്കുകയുണ്ടായി. 64 പുരാതന ഗ്രാമങ്ങളിൽ ശുഗപുരവും പന്നിയൂരും കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധിയുള്ളത് ആറന്മുള ഗ്രാമമാണ്. ഇവിടെയാണ് വയലുകളും കുടിവെള്ള സ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും ശുദ്ധവായുവും മനുഷ്യത്വവുമെല്ലാം നശിപ്പിച്ച് അനിയന്ത്രിത ലാഭവും അധികാരവും ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിമാനത്താവളം കെട്ടിപ്പടുക്കാൻ ശ്രമം നടന്നത്. പണത്തിന് മേലെ പരുന്തും പറക്കില്ലെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ. പമ്പയാറിൻ്റെ ജലസ്രോതസ്സാണ് ആറന്മുള തണ്ണീർത്തടവും നെൽവയലും നീർച്ചാലും. ഇത് ഇല്ലായ്മ ചെയ്ത് ഇവിടെ ഒരു വിമാനത്താവളവും വാണിജ്യ നഗരവും നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ സമൂഹം ചർച്ച ചെയ്ത് ആവശ്യമില്ലെന്ന് രേഖപ്പെടുത്തിയതാണ്. എന്നിട്ടും സമ്പത്തും ഭരണ സ്വാധീനവും ഉപയോഗിച്ച് ജനങ്ങളെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഇവിടത്തെ ആറുകളും തോടുകളും പുനരുജ്ജീവിപ്പിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ്
തങ്ങൾക്ക് വേണ്ടതെന്നാണ് ആറന്മുള നിവാസികളുടെ കൂട്ടായ അഭിപ്രായം. ഗ്രാമഭംഗി നിലനിർത്തുന്ന കാവുകളും കുളങ്ങളും സംരക്ഷിക്കപ്പെടണം. നികത്തപ്പെട്ട വലിയ തോട് പൂർവ്വസ്ഥിതിയിൽ ആക്കപ്പെടണം. അല്ലാതെ വിമാനത്താവളവും മാളുകളും റിസോർട്ടുമല്ല തങ്ങൾക്ക് വേണ്ടതെന്ന ദൃഢതയുള്ള വാക്കുകളാണ് ഇവിടത്തുകാരിൽ നിന്നും ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയം മറന്ന് ഐക്യത്തിൻ്റെ പൊൻതൂവൽ ഉയർത്തിയുള്ള പ്രക്ഷോഭമാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ തുടിപ്പുകൾ ഈ പ്രക്ഷോഭത്തിൽ പ്രകടമാണ്. ആറന്മുള ക്ഷേത്രത്തിന് സമീപമാണ് വാണിജ്യ നഗരം KGS ഗ്രൂപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു നാടിൻ്റെ പൈതൃകം പൂർണ്ണമായും തുടച്ചു നീക്കുന്ന പദ്ധതിക്ക് രാഷ്ട്രീയ രംഗത്തെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുമുണ്ട്. 2004 പ്രവാസി മലയാളിയായ അബ്രഹാം കലമണ്ണിൽ മൗണ്ട് സിയോൺ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പേരിൽ വിവിധ ഭാഗങ്ങളിലായി വാങ്ങിക്കൂട്ടിയ ഭൂമിയാണ് പിന്നീട് ഗ്രീൻഫീൽഡ് എയർപോർട്ട് പദ്ധതിയായി മാറ്റപ്പെട്ടത്. ഇതേ തുടർന്ന് പാടങ്ങൾ നികത്താനും കുന്നുകൾ ഇടിച്ചു നിരത്താനും അബ്രഹാം കലമണ്ണിൽ ശ്രമിച്ചതോടെ തദ്ദേശവാസികളായ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടതോടുകൂടിയാണ് 2009 ചെന്നൈ കേന്ദ്രമാക്കിയുള്ള KGS ഗ്രൂപ്പ് രംഗത്തെത്തുന്നത്. തുടക്കത്തിൽ മത്സ്യകൃഷിക്കെന്ന പേരിലാണ് ചെറുകിട കർഷകരിൽ നിന്നും മോഹവില നൽകി ഭൂമി വാങ്ങിയത്. പിന്നീട് ഇത് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കോളേജിനാണെന്ന പ്രചരണവും വന്നു. ഇതോടെ വിവിധ കോണുകളിൽ നിന്നും കേസുകളും ഉയർന്നു വന്നു. തുടർന്ന് എബ്രഹാം കലമണ്ണിൽ വാങ്ങിക്കൂട്ടിയ 243 ഏക്കർ ഭൂമി KGS ഗ്രൂപ്പിന് കൈമാറി. ചെന്നൈ കേന്ദ്രമാക്കിയുള്ള KGS ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാംഗമായ കുമരൻ, കേരളത്തിൽ നിന്നുള്ള പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജിജി ജോർജ്, തമിഴ്നാട് സ്വദേശി PV ഷൺമുഖം എന്നിവരാണെന്ന് പരാതി ഉയർന്നിരുന്നു. റിലയൻസ് കമ്പനിക്കും ഇതിൽ പങ്കാളിത്തം ഉള്ളതായിട്ടാണ് സൂചന. നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് ഇവിടെ അരങ്ങേറുന്നത്. ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ മുൻകൂർ അനുമതി ഇല്ലാതെ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് അബ്രഹാം കലമണ്ണിൽ ഇത്രയധികം ഭൂമി ആറന്മുളയുടെ വിവിധ ഭാഗങ്ങളിലായി വാങ്ങിക്കൂട്ടിയത്. ഇവിടം മുതൽ ഓരോ നടപടികളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. തണ്ണീർത്തടങ്ങൾ അനധികൃതമായി മണ്ണിട്ട് നികത്തിയതിനു പുറമെ സർക്കാർ പുറമ്പോക്ക് ഭൂമി പോലും അനധികൃതമായി കയ്യേറിയതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കക്ഷിഭേദമന്യേ ജനങ്ങൾ ഒരു വശത്തും അബ്രഹാമിൻ്റെ കമ്പനി മറുവശത്തുമായി. പൈതൃക സ്വത്തുക്കൾ നശിപ്പിക്കുന്ന ആറന്മുള വിമാനത്താവള കമ്പനിക്കെതിരെ രാഷ്ട്രീയ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നടക്കുന്ന സമരം ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാന ഭരണകൂടം നിഷ്പക്ഷത നാട്യം വെടിഞ്ഞ് രംഗത്തെത്തി. വിമാനത്താവള കമ്പനിയുടെ 10% സൗജന്യ ഓഹരി എടുത്തുകൊണ്ട് ആറന്മുളയിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഇല്ലെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ സിംഗൂറിന് സമാനമായ നടപടിയാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൽ നിന്നും ഉണ്ടായത്. പരിസ്ഥിതി പഠനങ്ങളും നിയമസഭാ സമിതിയുടെയും പാർലമെന്ററി സമിതിയുടെയും പഠനങ്ങളും നിർദ്ദേശങ്ങളും വിമാനത്താവളത്തിനെതിരായിരുന്നു. ഈ റിപ്പോർട്ടുകൾ നിയമസഭയിലും പാർലമെന്റിലും സമർപ്പിച്ചിട്ടും വിമാനത്താവള പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിടിവാശി ആറന്മുളയിലെ പൊതുസമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയായി കാണാതിരിക്കാൻ കഴിയുകയില്ലെന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി അസന്ധിഗ്ധമായി വെളിപ്പെടുത്തി. നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവള പ്രദേശത്ത് നിരവധി പദ്ധതി ആഘാത പഠനങ്ങൾ നടന്നിരുന്നു. അതിലൊന്ന് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ ഡയറക്ടർ പദ്ധതി പ്രദേശത്ത് വന്നു നടത്തിയ പഠനത്തിലും തുടർന്ന് നൽകിയ റിപ്പോർട്ടിലും തണ്ണീർത്തടങ്ങൾ വ്യാപകമായി നികത്തിയതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ എയർപോർട്ട് അതോറിറ്റിയുടെ റിപ്പോർട്ടിലും ഇത് അംഗീകരിക്കുന്നു. 2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തണ്ണീർത്തടം നികത്താനുള്ള അനുവാദം നൽകാൻ മന്ത്രിസഭയ്ക്ക് പോലും അധികാരമില്ലാത്തപ്പോഴാണ് ഇവിടെ വൻതോതിലുള്ള നിയമലംഘനങ്ങൾ നടന്നിരിക്കുന്നത്. കേരള നിയമസഭയുടെ പരിസ്ഥിതി സമിതി ഇവിടം സന്ദർശിച്ച ശേഷം നൽകിയ റിപ്പോർട്ടിലും വൻതോതിൽ പരിസ്ഥിതി ലംഘനങ്ങൾ നടന്നതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർച്ചയായി നിയമലംഘനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അരങ്ങേറിയിരിക്കുന്ന സ്വകാര്യ കമ്പനിയുടെ ഈ പദ്ധതിയിലാണ് അവർ വച്ചു നീട്ടിയ 10% സൗജന്യ ഓഹരി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായത്. പിന്നീട് വിമാനത്താവളം ഉപേക്ഷിച്ചു. എന്നിട്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് എബ്രഹാം കലമണ്ണിൽ. വിമാനത്താവളം പൊളിച്ച പിണറായിയെ കൊണ്ട് തന്നെ പുതിയ പദ്ധതി അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് എബ്രഹാം കലമണ്ണിൽ നടത്തിയത്. കോടികളാണ് പുതിയ പദ്ധതിക്ക് വേണ്ടി മുതലാളി ഒഴുക്കിയത്. ഇലക്ഷന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മുതലാളിക്ക് അറിയാമായിരുന്നു. CPIയുടെ എതിർപ്പ് മുതലാളി കാര്യമാക്കിയില്ല. CPIയെ കാണേണ്ട രീതിയിൽ കണ്ടാൽ മതിയെന്ന് CPM നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ CPIക്ക് ലഭിക്കുന്ന കോഴ മന്ത്രിമാർക്ക് കിട്ടില്ല. അതിനാൽ അവർ എതിർപ്പ് തുടർന്നു. മന്ത്രി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഇമേജായിരുന്നു വലുത്. മന്ത്രി K രാജൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. എന്നാൽ ആര് തന്നെ എതിർത്താലും
പദ്ധതി നടപ്പിലാക്കാനുള്ള ആർജവം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അതിലായിരുന്നു എബ്രഹാമിൻ്റെ പ്രതീക്ഷ. എന്നാൽ CPI കട്ടായം തുടർന്നതോടെ പിണറായി തോറ്റു. ഇനി സതീശൻ്റെ ഊഴമാണ്. തനിക്ക് സംഭവിച്ചതൊക്കെ സതീശനും സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പിണറായി. അതിനാണ് എബ്രഹാമിനെ രംഗത്തിറക്കി കളി തുടങ്ങിയത്.